ഓയ് ഇന്ന് നമ്മൾ കാണാൻ പോണത് ഹെയർ സിറം ആട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ സിറം മുടി നല്ല രീതിക്ക് തന്നെ ഗ്രോത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണ്ട. ഒപ്പം തന്നെ നമുക്ക് ഈ ബിസി ലൈഫിൽ നമുക്ക് എന്നും തല കഴുകാൻ പറ്റാത്തവർക്കും എണ്ണ തേക്കാനും പാക്ക് ഇടാനും മുടിക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ കെയർ ഒന്നും കൊടുക്കാൻ പറ്റാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇത് ജസ്റ്റ് ഇതുവഴി സ്പ്രേ ചെയ്താൽ മതി. പിന്നെ കഴുകി കളയേണ്ട കാര്യമില്ല. ഇത് വാട്ടർ ബേസ്ഡ് ആണ്. അപ്പോൾ മുടി നല്ലോണം ഷൈനി ആയിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യണ്ട. അപ്പോൾ ഈ സിറാണ് നമ്മുടെ നില സെർബ്സിന്റെ റിവിറ്റലൈസിങ് വാട്ടർ ബേസ്ഡ് ഹെയർ സിറം. അപ്പോൾ ജസ്റ്റ് ഇതുമാതിരി ഇങ്ങനെ സ്പ്രേ മതി കേട്ടോ. അപ്പോൾ ഹെയർ നന്നായി ഗ്രോത്ത് ചെയ്യാനും ഒപ്പം തന്നെ നമുക്ക് മുടി നല്ല ഷൈനി, അതുപോലെ തന്നെ ഇതിൽ ഹെർബൽ പ്രൊഡക്ട്സ് ആണ്. അതായത് ഭൃംഗരാജ് പോലുള്ള നാച്ചുറൽ ആയിട്ട് ഹെർബ്സ് ആയിട്ട് ഇതിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഇപ്പോഴേണ്ട വിധം ഇത് രാവിലെ വൈകുന്നേരം ഒക്കെ നമുക്ക് 2 നേരം ചെയ്യാം. ഇത് ഉണങ്ങി പോവും. അതായത് വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ വെള്ളം നനവ് ഉണങ്ങണ മാതിരി നമ്മുടെ മുടിയിൽ അങ്ങനെ പൊയ്ക്കോളും. കഴുകി കളയേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴാണ് എന്നാണ് വാഷ് ചെയ്യണം അപ്പോൾ വാഷ് ചെയ്താൽ മതി. ഇപ്പോൾ രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകണം അങ്ങനെയൊന്നും നിർബന്ധമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് വളരെ ഈസിയാണ്. മെയിനായിട്ട് നമ്മുടെ ഈ ഹെയറിലെ റൂട്ടുകളില്ലേ അവിടെയൊക്കെ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സ്പ്രേ ചെയ്യുമ്പോൾ എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഈ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് പതുക്കെ മസാജ് ചെയ്തിട്ട് അപ്പം തന്നെ കെട്ടി വെക്കരുത്. പകലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, മുടി അഴിച്ചിട്ടാൽ മതി. രാത്രി നമ്മൾ മുടി കെട്ടി വെച്ച് കിടക്കണവരാണെങ്കിൽ അപ്പം തന്നെ കെട്ടി വെക്കാതെ കുറച്ച് നേരം ഒന്ന് വിടർത്തിയിടാം. ആ ഒരു നനവൊക്കെ മാറുമ്പോൾ കെട്ടി വെച്ച് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. വളരെ നല്ലതാണ്, വളരെ യൂസ്ഫുൾ ആണ്. കുറേ പേര് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ബൈ.